അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് മുഹറം നോമ്പ് 3 കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പൂളിയും ചമ്മന്തിയാണ് കേട്ടോ. എൻ്റെ നോമ്പ് തുറക്കുള്ള വിശേഷങ്ങൾ അതാണ്. അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക. ഇഷ്ടമായാലൊന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ എപ്പോഴാണ് മഴ പെയ്യാന്നൊന്നും അറിയില്ല. അപ്പം ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു പണി തന്നെ ഉള്ളൂ കേട്ടോ. പൂളിയും ചമ്മന്തി ഉണ്ടാക്കൽ, നോമ്പ് തുറക്ക്, പിന്നെ ഒരു ലേശം വെണ്ടക്ക മുളകിടണം കേട്ടോ. അപ്പം നമുക്ക് ചോറ് തിന്നണമെങ്കിൽ വെണ്ടക്ക മുളകിട്ടവും കൂട്ടിയിട്ടാണ് ഇന്നിപ്പോൾ ചോറും തിന്നാൻ പോകുന്നത് കേട്ടോ. ചോറ് ഇനിയിപ്പോൾ കിടക്കാൻ നേരത്തെ തിന്നുള്ളൂ. പൂളിയും ചമ്മന്തി ഒരു അടിപൊളി 1 ചമ്മന്തിയാണ് കേട്ടോ. ഞാൻ എന്നും ഉണ്ടാക്കുന്നതാണ്, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. അതാ നമ്മളെ മനോഹരമായ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ടാവാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ 2 പൂളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പൂളൊക്കെ പോയതല്ലേ ഇനിട്ടോ, എൻ്റെ മോൻക്ക് സോയാബിക്ക് പോയതേനിട്ടോ. ഓന് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം ഓന് മീനൊന്നും കൂട്ടില്ല, മീൻ പൊരിച്ചതൊന്നും കൂട്ടില്ല. അപ്പം ഇപ്പം കുറേ ദിവസമായിട്ടോ സോയാബിയൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്നും ചോദിക്കലുണ്ട് കേട്ടോ, എന്നും സോയാബില്ലേ, ഇന്ന് സോയാബില്ലേന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് പോയി സോയാബി വാങ്ങിയാലോ എന്ന് വിചാരിച്ച്. എന്തിനെങ്കിലും ഒരു സാധനത്തിന് പീടികയിൽ പോയാൽ പിന്നെ നമുക്ക് അവിടെ ഉള്ള സാധനമൊക്കെ കാണുമ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതാണെന്ന് വിചാരിച്ച് കുറച്ച് സാധനം അങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരും കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടിയ സംഭവമാണ് പൂള കേട്ടോ. അപ്പോൾ ഇന്ന് പൂള ആക്കാമെന്ന് വിചാരിച്ച്. ഞാൻ വെണ്ടയ്ക്കയും ചോറൊക്കെ ആക്കാനേ ഇനി വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പൂളൊക്കെ നല്ലോണം തൊലിച്ച് വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം പഞ്ചസാരയൊക്കെ ആദ്യം ഇട്ട് കൊടുത്ത്, പിന്നെ ലേശം ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളൊരു പാത്രം നിറച്ചും പിന്നെ കുറച്ചും ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് വൈകുന്നേരം കുറച്ച് ചായ വേണം. പിന്നെ ബാക്കി നമുക്ക് ഈ നോമ്പ് നോറ്റാൽ അതിന് അധികമാണ് കേട്ടോ. അല്ലെങ്കിലും കട്ടൻ ചായനോട് ഭയങ്കര മൊഹബത്താണ് കേട്ടോ നമുക്ക്. അത് എത്ര ചായ ഉണ്ടെങ്കിലും അത് നമ്മൾ കുടിച്ചോളും. നമ്മൾ ഈ ചുക്ക് വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കുമല്ലോ, അതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കുടിച്ചോളൂ കേട്ടോ. ഒരു ഇളം മധുരമൊക്കെ അങ്ങോട്ട് ഇട്ടാൽ നല്ല രസമാണല്ലേ, ഒരു ഇളം ചൂടോടെ അങ്ങോട്ട് കുടിക്കാൻ. അപ്പോൾ നമ്മൾ ചായയൊക്കെ അവിടെ റെഡിയായി മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ പൂളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് അതൊക്കെ 2 വിസിലടിച്ചാൽ നമ്മൾ പൂള അവിടെ സെറ്റാവും കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ചമ്മന്തിയാണ് കേട്ടോ. ഈ പൂളിയും ചമ്മന്തി മക്കളെ കഴിച്ചാലുണ്ടല്ലോ ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്കിതാ പൂളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്കിതാ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ട്, ചെറിയ ഉള്ളിയൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെറിയ ഉള്ളിയാണ്. അപ്പം കുറച്ചൊന്ന് അധികം കണ്ട് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളിതാ ഒരു പാത്രത്തിൽ വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിയിലൊക്കെ ലേശം വെള്ളം ഒഴിച്ച് അവിടെ വെച്ചതാണ്. ഒന്ന് കുതിർന്നാൽ നമുക്ക് മിക്സിയിലിട്ട് കണ്ട് തന്നെ അടിക്കുമല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ചെറിയുള്ളിയൊക്കെ നല്ലോണം വൃത്തിയാക്കി സെറ്റാക്കി വെച്ച് നമ്മളൊരു പാത്രം വെച്ച് അത് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ ഈ വറ്റൽ മുളകിൻ്റെ പകരം നമുക്ക് പച്ചമുളകും ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. വറ്റൽ മുളക് ഇല്ല വിചാരിച്ചിട്ട് ബേജാറാവണ്ട. പച്ചമുളകും ഇതേമാതിരി ഉണ്ടാക്കിയ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടി അങ്ങോട്ട് കുറച്ച് പുളിയും ഒക്കെ ഇട്ട് കൊടുത്താലുണ്ടാവുമല്ലോ ഈ പൂളക്ക്, അതും ഉസാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വറ്റൽ മുളക് കുറച്ച് അധികം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഓഫാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ലേശം കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക.
അങ്ങനെ നമ്മളതാ വറ്റൽ മുളകും ചെറിയുള്ളും കരിവേപ്പിലയൊക്കെ നല്ലോണം അങ്ങോട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 2 കഷ്ണം ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി കേട്ടോ. ചെറുതാക്കിക്കാണ്ട് 2 കഷ്ണം ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി. ഇട്ട് കൊടുത്തുക്കണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാനിതിൽ കാണുന്നില്ല. അപ്പം ഞാൻ ഇത് മിക്സിയിലിടുമ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താൽ ആ ചൂടോർക്ക് ആ ചീഞ്ചട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്താൽ നല്ലോണം വാടിയലും അതും ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ പുളിയൊക്കെ നല്ലോണം കുതിർത്ത് വെച്ച പുളിൻ്റെ കുരുകളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചമ്മന്തി ഇവിടെ സെറ്റായിട്ടോ. അപ്പോൾ നമ്മളെ ചമ്മന്തി അങ്ങോട്ട് മുകുന്നില്ല കേട്ടോ. ഇതിലേക്ക് വീണാൽ പിന്നെ ആ പ്ലേറ്റ് കാലിയാവുമെന്ന് ചമ്മന്തിക്ക് തന്നെ അറിയാം. അതുകൊണ്ടായിരിക്കാം അല്ലേ ചമ്മന്തി മുഖാത്ത്. അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിന് മക്കളെ. ഇപ്പം തന്നെ തിന്ന് കഴിഞ്ഞ് ഇട്ടൊക്കാണ്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ വായിൽ വെള്ളം ഇങ്ങനെ വരിക. അപ്പോൾ ഒരു രക്ഷയില്ല. ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വറ്റൽ മുളകിൻ്റെ പകരം പച്ചമുളകും ഇട്ട് വാട്ടിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളെ ചമ്മന്തിയും പൂളയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി വെണ്ടക്ക ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് വെണ്ടക്കൊക്കെ എത്രത്തോളം പച്ചമുളക് ഇടണോ അത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടം കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള അത്ര അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ നല്ലോണം പച്ചമുളക് ഇടും, മുളകും പൊടി കുറയ്ക്കലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നല്ലോണം അടിച്ചവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതാ നമ്മൾ ഒരു 10-15 വെണ്ടക്ക എടുത്തുകാണ്ട് അതൊക്കെ ഒന്ന് നല്ലോണം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും. ഇനി ഒന്നിച്ച് മുറിക്കുക, 2-3 ഒന്നിച്ച് വെച്ച് മുറിക്കുമ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് മുറിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി പുഴുക്കളുണ്ടോയെന്നൊക്കെ. ഇനി നമ്മളിതാ ചട്ടിയൊക്കെ വെക്കുകയാണ്. അപ്പോൾ ചട്ടിയിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായപ്പോൾ ഒന്ന് അങ്ങോട്ട് തട്ടിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നല്ലോണം പൊട്ടി വരട്ടെ. അതൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മൾ മിക്സിയിലുള്ള കൂട്ടുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചൂട് വെളിച്ചെണ്ണയിൽ ഇതുപോലത്തെ തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിച്ച് കൊടുത്തത് ഇട്ടാൽ അതിനൊരു പ്രത്യേകം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലോണം അങ്ങോട്ട് ചൂടാവട്ടെ വെച്ച് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്ത്, പിന്നെ അതിലേക്ക് ഒരു നുള്ളു മുളകും പൊടിയാണ് ഇട്ട് കൊടുത്ത്, ഒരു സ്പൂണിൻ്റെ പകുതി, അതുപോലെ സ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നല്ലോണം ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇനിയും നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ച വെണ്ടക്ക ഉണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ 2 ചുള പുളി ഇട്ട് കൊടുക്കുക. ഒരു 2 ചുള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഓവറായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ പിഴിഞ്ഞ് വരുമ്പോഴത്തേന് നല്ല പുളി അങ്ങോട്ട് കൂടും. അപ്പോൾ ഇതുപോലെ 2 അല്ലി പുളി അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ പുളി കൂടൂല കേട്ടോ. അപ്പം പിന്നെ നമ്മളിതാ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം അങ്ങോട്ട് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിൽ തന്നെ ഇട്ടുകൊണ്ട് നല്ലോണം അങ്ങോട്ട് വാട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കല്ലുപ്പ് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു നുള്ള് അര സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത് ഉപ്പാണ്. അതൊക്കെ ഇട്ട് കൊടുത്തത് ശേഷം നല്ലോണം ഇളക്കിയ ശേഷം നമ്മൾ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എരിവ് കൂടുതലുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ അവിടെ അറിയില്ല കേട്ടോ. ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. ഏറിയാൽ പിന്നെ മധുരിച്ച രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മിക്സി കഴുകിയ വെള്ളവും അങ്ങോട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെയും ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളെ വെണ്ടക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയും വെക്കും കേട്ടോ വെണ്ടക്ക കറി. അപ്പം തക്കാളി മുറിച്ചിട്ടിട്ടും വെക്കും, ഇങ്ങനെ വെച്ചാൽ നല്ല രസമാണ്. അപ്പോൾ നമ്മളെ വെണ്ട മുളകിട്ടത്, വെണ്ട ചാലിച്ചതെന്ന് പറയും, മുളകിട്ടതെന്ന് പറയും, അങ്ങനെയൊക്കെ പലതും പറയും കേട്ടോ. അപ്പോൾ മക്കളെ ഈ ഒരു സംഭവം മാത്രം മതിട്ടോ നമുക്കൊരു വെറും ചോറിന്, നെയ്ച്ചോറിനൊക്കെ ഇതങ്ങോട്ട് മതിട്ടോ. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചതോ മീൻ പൊരിച്ചതോ ഒന്നും വേണ്ട കേട്ടോ. ഒന്നൊന്നര ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോയപ്പോണ്ട് നമ്മളെ കർമൂസ മരത്തുമ്മൽ നല്ലൊരു കർമൂസ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പറിച്ചപ്പോൾ മൂടും കുത്തിയാണ്ട് വീണിട്ടോ. നമ്മൾ മൂടും കുത്തി വീണാൽ എങ്ങനെ ഉണ്ടാവും, നമ്മളെ ഊരാണ്ട് പോകുമല്ലോ. അതുപോലെ ആ കർമൂസ മൂടും കുത്തി അങ്ങോട്ട് വീണപ്പം ആ കർമൂസൻ്റെ മൂടാണ്ട് ചിന്നിച്ചിതറിട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കോല അങ്ങനെ കേട്ടോ.
കണ്ടില്ലേ ബേക്ക് ഭാഗം ഇങ്ങനെ പൊടിഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചമ്മന്തിയും പൂളൊക്കെ കണ്ടില്ലേ. ഇനി വാങ്ങ് കൊടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിതാ ഒന്ന് പുറത്തൊന്ന് പോയി നമ്മളൊന്ന് ആസ്വദിച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലിട്ടോ മക്കളെ. നമ്മൾ 50 പേരുണ്ടെങ്കിൽ ഒരു 10 പേര് പോലും നമുക്ക് ലൈക്കില്ലിട്ടോ. നമ്മളെ കുറച്ച് യൂട്യൂബർമാരും ലൈക്കിനെ പറ്റി പറയുമ്പം കരിയുന്ന പോലെ തോന്നും ചില നേരം. പെടുട്ടോ. എനിക്കൊക്കെ ഒരു 100 ലൈക്ക് അടിക്കാൻ പറ്റിയിരിക്കണമെങ്കിൽ ഞാൻ അവർക്കാണ്ട് 100 ലൈക്കും അടിച്ചു കൊടുക്കും കേട്ടോ. ഞാനൊക്കെ ലൈക്ക് അടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കൊടുക്കും. പിന്നെ മറക്കുമല്ലോ, മറവി നമ്മളെ കൂടെപ്പിറപ്പാണല്ലോ. അതാണ് സംഭവം, എല്ലാവരും സംഭവം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ലൈക്ക് കുറയുന്നത്. അപ്പം നമ്മളതാ നല്ല അടിപൊളി ചമ്മന്തിയും പൂളിയൊക്കെ തിന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ പീടികയിൽ പോയപ്പോൾ ഒരു സിപ്പപ്പൊക്കെ വാങ്ങിയിട്ടാണ്. സിപ്പപ്പിൻ്റെ നല്ല മൊഞ്ചൊക്കെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ തിന്നപ്പോൾ ഒരു പുളി നമ്മളെന്താ പറയല്, സെവനപ്പില്ലേ, സെവനപ്പ്, പെപ്സി അതുപോലത്തെ ഒക്കെ ഒരു ചോയട്ടോ. എനിക്കത് വലിയ ഇഷ്ടമില്ല, എന്നാലും ഞാൻ തിന്നിട്ടുണ്ട് കേട്ടോ. ഈ സിപ്പപ്പല്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ ഇരുന്ന് തിന്നിട്ടുണ്ട്. മക്കൾക്ക് പനി ആയതുകൊണ്ട് മക്കളെ 2 എണ്ണം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊക്കെ അത്രക്ക് തൊണ്ടവേദന ഒന്നുമില്ല. ഇപ്പം മൂപ്പര് ഐസ്ക്രീമും സിപ്പപ്പൊന്നും തിന്നില്ല കേട്ടോ. മൂപ്പർക്ക് ഈ സിപ്പപ്പ് ഐസ്ക്രീമൊക്കെ തിന്നുമ്പോൾ ഒരു തലവേദന ആണെന്നറിയും. അപ്പം ഞാൻ മോന് വലിയോന് സിപ്പപ്പ് ആകുമ്പോൾ എനിക്ക് ലേസ് വാങ്ങില്ല. അപ്പോൾ ഞാനതൊന്നും ഓർത്തില്ല. എനിക്ക് സിപ്പപ്പിൻ്റെ ഇങ്ങനെ നല്ല രസം കണ്ടപ്പോൾ എനിക്കും വാങ്ങി, 2 മക്കൾക്കും വാങ്ങി. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.